മലയാളികൾക്ക് മലയാള സിനിമയ്ക്ക് വേദന ഉണ്ടാക്കി പെട്ടെന്ന് അകാലത്തിൽ പൊലിഞ്ഞുപോയ ഒരുപാട് നടന്മാരുണ്ട്. അവരെ ഓർത്ത് നാം ഇന്നും വേദനിക്കുന്നു എന്നത് സത്യം തന്നെയാണ്. അതവർ നല്ലൊരു കലാകാരനായിരുന്നു. ഇതുകൊണ്ടും മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് എന്തെങ്കിലും രീതിയിൽ വലിയ സംഭാവനകൾ ചെയ്തതുകൊണ്ടും മാത്രമാണ് ജയിലിൽ തുടങ്ങി നമ്മുടെ അകാലത്തിൽ മരണപ്പെട്ടു പോയ കലാഭമണിയെ വരെ നമ്മൾ ഇന്നും ഓർക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്. അതിനിടയിൽ മലയാളികളായ ഒരുപാട് പേർക്ക് വേദനകൾ ഉണ്ടാക്കി മലയാള സിനിമയിൽ നിന്നും ഇന്നസെൻ്റ് ഉൾപ്പെടെ കൊച്ചിൻ ഹനീഫ ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് പേർ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്നും അവർ അവതരിപ്പിച്ച ഓരോ കഥാപാത്രങ്ങൾ ഓർക്കുമ്പോഴും നമ്മൾ അവരെ ഓർത്ത് വിഷമിക്കാറുണ്ട്. എന്നാൽ ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ഇദ്ദേഹം മലയാള സിനിമയ്ക്ക് ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഒരു നല്ല കലാകാരനാണെന്ന് നിങ്ങൾക്ക് നെഞ്ചിൽ തൊട്ട് പറയാൻ പറ്റുമോ? ഞാൻ പറയും, പറ്റില്ല. ഒരു നല്ല കലാകാരനായിരുന്നില്ല അദ്ദേഹം. ചുമ്മാ എന്തൊക്കെയോ വിഷമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുവന്ന് മലയാള കുറച്ച് പേര് അന്നും ഇന്നും ഈ പറയുന്ന വിഷമിക്കുന്നവർ പോലും അദ്ദേഹത്തിൻ്റെ കോമഡി ഷോ പോലും കാണുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം വൺമാൻ ഷോ ആയിട്ട് അവതരിപ്പിക്കുന്ന കൂട്ടത്തോടെ അവതരിപ്പിക്കുന്ന എന്തെങ്കിലും പരിപാടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, ആസ്വദിച്ചിട്ടുണ്ടാകും. എന്നാൽ അദ്ദേഹം മരണത്തിന് മുമ്പ് അവതരിപ്പിച്ച ഫ്ലവേഴ്സ് ചാനലിൻ്റെ ഒരു പ്രോഗ്രാം ഞാൻ ഈ അടുത്ത സമയത്ത് കാണാൻ ഇടയായി. നമ്മുടെ ബിജു അടിമാലി എന്തോ പറയുന്നൊരു അടിമാലി എന്ന് പറയുന്നൊരു കക്ഷിയുമായിട്ടാണ് ഇദ്ദേഹം പ്രോഗ്രാം അന്ന് അവതരിപ്പിച്ചത്. ഇദ്ദേഹം മരിക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഫ്ലവേഴ്സ് ചാനലിലൂടെയോ അവതരിപ്പിച്ച ഒരു പ്രോഗ്രാമായിരുന്നു അത്. നമ്മുടെ 24-ലെ ആഷ്മിയൊക്കെ ആ വേദിയിലുണ്ടായിരുന്നു. ആ വേദിയിൽ അദ്ദേഹം എന്താണ് കാണിച്ചത്? ഒരാൾ ആ പ്രോഗ്രാം കണ്ട് ചിരിച്ചിട്ടുണ്ടോ? അദ്ദേഹം കോമഡിയാണ് അവതരിപ്പിച്ചെങ്കിൽ ഒരാളെങ്കിലും ചിരിക്കുമ്പോഴാണ് ആ പരിപാടി വിജയമാകുന്നത്. ഒരു മനുഷ്യൻ അത് കണ്ട് ചിരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പിറ്റേ ദിവസം അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു. ആ വേർപാടിൽ മലയാളികൾ ഒരുപാട് വേദനിച്ചു. ആ വേദനിക്കാൻ കാരണം മരണത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടായ ദാരിദ്ര്യങ്ങൾ മലയാളികൾ അറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരും അദ്ദേഹത്തിനെ സ്നേഹിക്കാൻ ആളുകൾ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് പല ഫ്ലവേഴ്സ് ഉൾപ്പെടെ പല ആളുകളും ചേർന്ന് അവർക്ക് വീട് വെച്ചു കൊടുത്തതും അദ്ദേഹത്തിനെ നമ്മളൊക്കെ വളരെ സ്നേഹത്തോടുകൂടി യാത്രയാക്കാൻ തുനിഞ്ഞതും എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ അദ്ദേഹം വലിയൊരു കലാകാരനായിരുന്നില്ല എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. എന്നാൽ ഇപ്പോൾ ഇത് നമ്മൾ വെട്ടിത്തുറന്ന് പറയേണ്ടി വന്നത്, ഒരു മരണശേഷം ആരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശരിയല്ല, പക്ഷെ ഇപ്പോൾ പറയേണ്ടി വന്നതാണ്. അത് അദ്ദേഹത്തിൻ്റെ മൂന്നാം ഭാര്യയായ രേണു എന്നൊരു പക്ക കോമാളി മലയാളികളെ വെറുപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇന്നിപ്പം ഞാൻ തുടങ്ങിയത്, ഇനി പലതും തുടങ്ങും. വരും കാലങ്ങളിൽ അദ്ദേഹം ഒരു വെറുക്കപ്പെട്ട മനുഷ്യനായി ഈ രേണു അദ്ദേഹത്തെ മാറ്റും.